ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിയിലായാലും പ്രിസർവേറ്റീവ്സോ കളറോ ഒക്കെ ചേർത്താണ് കിട്ടുന്നത്. നമ്മുടെ മക്കൾക്ക് ആർട്ടിഫിഷ്യൽ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ 6 മാസം വരെ തയ്യാറാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്ന ഒരു ഫ്രൂട്ടിയുടെ റെസിപ്പിയാണിത്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണല്ലേ, നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും ചേർക്കാതെ ഫ്രൂട്ടി കടയിൽ നിന്നും വാങ്ങാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഈ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ മാങ്ങയാണ് ഇരിക്കുന്നത്, പഴുത്ത മാങ്ങ. ഇത് ഒരു പച്ച മാങ്ങയാണ് ഇത് ഒന്ന് എടുത്തിരിക്കുന്നത്. പഴുത്ത മാങ്ങ ചെറുതായതുകൊണ്ട് ഞാനൊരു മാങ്ങയും കൂടെ എടുത്ത് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മാങ്ങയുടെ അളവിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറുതായതുകൊണ്ടാണ് 3 മാങ്ങ എടുത്തത്. ഒരു പച്ച മാങ്ങയും കൂടെ ഇതിന് ആവശ്യമാണ്. പച്ച മാങ്ങയുടെ എല്ലാത്തിൻ്റെ ഈ മാങ്ങയുടെ എല്ലാത്തിൻ്റെ നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുക എല്ലാത്തിൻ്റെയും. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ട് ഇത് ചെറിയ പീസായിട്ട് നമുക്ക് എല്ലാ മാങ്ങ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇത് വലിയ നാരുള്ള മാങ്ങയല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഏത് സൈസ് ഏത് മാങ്ങയായാലും നല്ല മധുരമുള്ള കളറുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. ഇതേപോലെ എല്ലാ മാങ്ങയും നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എല്ലാം ചെറുതായി പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക, അടിയിലിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട്, നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരച്ചെടുക്കാനാണ് ഉള്ളതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 250 ml ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണത് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെയാണ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കഴുകി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനുള്ളത്. തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിത് ഇത് വരും, നല്ല പാകമായിട്ട് കിട്ടും. 5 മിനിറ്റ് സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഇത് മെൽറ്റായി ഇതിൽ പിടിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതറിയാനായിട്ട് ഒരു സ്പൂണ് ഇട്ട് ഒന്ന് നോക്കുക. സ്പൂണിൽ ഒരു കൈ വെച്ച് ഒരു വരച്ച് നോക്കുമ്പോൾ അറിയാം, ഒരു വര പോലെ കിടക്കും. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ പരുവം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ എന്നിട്ട് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനു മുമ്പ് 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കണം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് വിനാഗിരി ഉള്ളത്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നാരങ്ങണം ഉണ്ടെങ്കിൽ, നാരിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. പച്ചമാങ്ങയിൽ നാരിൻ്റെ അംശം ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. നാര് വരാൻ പാടില്ല, അതിനാണ് അരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും നാരുണ്ടായിരുന്നു മാങ്ങയിൽ. അത് മാറ്റാം. ഇത് നമുക്ക് തണുക്കാനായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 6 മാസം വരേക്ക് ഇതൊക്കെ കേടാകാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ജ്യൂസാക്കി കഴിക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുക അതേ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റായിരുന്നു. നിങ്ങളിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒത്തിരി നാൾ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. അതേ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഐസ് മോൾഡിൽ കുറച്ചൊഴിച്ച് ഇതുപോലെ വെച്ചിരുന്നാൽ നമുക്ക് ഇതും എടുത്ത് ജ്യൂസാക്കി അത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ ഇത് ചെറിയ ഐസ് മോൾഡാണ്. ഇതൊരു 6 മണി 8 തൊട്ട് ഒരു 10 മണിക്കൂർ വെച്ചിരുന്നാൽ ഇത് സെറ്റായി വരും. നമുക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഇതും തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒഴിക്കുമ്പോഴാണ് ഇത് കണക്കിന് വരുന്നത്. കണ്ടില്ലേ, നല്ല കുറുകിയ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളെ ഫ്രൂട്ടിയിൽ അതേ, വേറെ ഒരു ഷുഗറോ പിന്നെ ഒന്നും ചേർക്കണ്ട. നമ്മൾ ആദ്യം ചേർത്ത ആ പഞ്ചസാരയുടെ മാത്രമാണ് ഉള്ളത്. വേറെ പഞ്ചസാര ഒന്നും വേണ്ട. നല്ല മധുരം ഉണ്ടായിരുന്നു. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് വലിയ ഗ്ലാസ്സിലാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ ഒത്തിരി കിട്ടും. ഈ 3 മാങ്ങ വെച്ച് തന്നെ 3 പഴുത്ത മാങ്ങയിൽ തന്നെ നമുക്ക് 10-20 ഗ്ലാസ്സോളം ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. ഞാനിത് ഒരു ഗ്ലാസ്സിൽ മാത്രമാണിത് വെള്ളം ചേർത്തത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. എന്തായാലും ഈ മാങ്ങ ഉള്ള സീസണാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ തരിക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. ഒത്തിരി ഈവനിങ് സ്നാക്സും എല്ലാം ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു 3-4 വെച്ച് ഇതുപോലെ എടുത്തിട്ട് ചെറിയ ഐസ് ട്രേ ആണിത്. അതാണ് ചെറിയത് പീസ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കളർ ഒത്തിരി കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ക്യൂബാണ്. ഇനി അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.